അങ്ങനെ നവാഗത സംവിധായകനായ ജ്യോതിഷ് ശങ്കറിൻ്റെ സംവിധാനത്തിൽ ബേസിൽ ജോസഫ്, ആവേശത്തിലെ അംബാൻ, പിന്നെ ലിജോമോൾ ജോസ്, പിന്നെ ആനന്ദ് മന്മഥൻ എന്ന് പറഞ്ഞ 4 പേർ കേന്ദ്ര കഥാപാത്രം ചെയ്തിരിക്കുന്ന സിനിമയാണ് പൊന്മാൻ. പടത്തിൻ്റെ പേര് പോലെ തന്നെ പൊന്നിന് വേണ്ടി തല്ലുകൂടുന്ന 2 ചെറുപ്പക്കാരുടെ കഥയാണ് സിനിമയ്ക്ക് പറയാനുള്ളത്. അപ്പോൾ വെറുതെ അങ്ങനെ തല്ലുകൂടുക എന്നുള്ളതല്ല, അവർക്ക് അതിനുള്ള 2-3 കാരണങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് പോസിറ്റീവായിട്ട് എടുത്ത് പറയാമെന്നുള്ളത് ഇതിലെ ആൾക്കാരുടെ പെർഫോമൻസ് തന്നെയാണ്. ബേസിലാണെങ്കിലും ഇതിൽ ലിജോ മോളാണെങ്കിലും അംബാനാണെങ്കിലും ലിജോ മോളുടെ അമ്മ, ചേട്ടൻ എന്നിവർ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സും അതിഗംഭീരമായിട്ട് ഒരു പെർഫോമൻസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടുള്ള സെൻട്രൽ ക്യാരക്ടർ നമ്മുടെ ബേസിൽ ജോസഫ് തന്നെയാണ്. പുള്ളിക്കാരൻ ഓരോ സിനിമ കഴിയുന്തോറും നമുക്കറിയാം മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഫൈൻ മെത്തേഡ് ആക്ടിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പല ഇമോഷൻസ് കൺവേ ചെയ്യേണ്ട ഒരു സിനിമയാണത്. അപ്പോൾ പുള്ളിക്കാരൻ തുടക്കം തൊട്ട് അവസാനം വരെയുള്ള ഒരു സെൻറ്റേർഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അത് പുള്ളിക്കാരൻ വിടാണ്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ എടുത്ത് പറയാനുള്ള ഇതിൽ ലിജോ മോളുടെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്ന സ്ത്രീ കഥാപാത്രമാണ്. അവർ അതിഗംഭീരമായിട്ട് തുടക്കത്തെ കുറേ സീനുകളിലുണ്ട്. പിന്നെ പറയാനുള്ളത് നമ്മുടെ അംബാൻ അഥവാ ഇതിൽ മരിയാനോ എന്നൊരു ക്യാരക്ടറാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ഒരു മുരട്ടനായിട്ട് സ്വഭാവമുള്ള ഒരാളായിട്ടാണ്. അത് വീട്ടുകാരോടായാലും നാട്ടുകാരോടായാലും കൂട്ടുകാരോടായാലും എല്ലാവരുടെ അടുത്തും അങ്ങനെ പുള്ളി പെരുമാറുന്നത്. അപ്പോൾ ഈ ട്രെയിലർ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ഈ പടത്തിൻ്റെ മെയിനായിട്ടുള്ള പ്ലോട്ട് എന്ന് പറയുന്നത്. ബേസിലിൻ്റെ കുറച്ച് പൊന്ന് നമ്മുടെ അംബാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഇതിൽ മരിയാനോ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ കയ്യിലെത്തുന്നു. അപ്പോൾ ഇത് തിരിച്ചു പിടിക്കാൻ വേണ്ടി നമ്മുടെ ബേസിൽ അഥവാ PP അജേഷ് നടത്തുന്ന കുറേ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇവർ തമ്മിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ, അതിനോട് അനുബന്ധിച്ചുണ്ടാകുന്ന മറ്റു പല പ്രശ്നങ്ങൾ എന്നിവയെല്ലാം കാണിക്കുന്ന ഒരു സിനിമയാണിത്. പിന്നെ ഇതിലെ ഫൈറ്റ് കാര്യങ്ങളെല്ലാം എന്ന് പറയുന്നത് നമ്മൾ ഈ കൊമേഴ്ഷ്യലായിട്ടുള്ള കുറേ സിനിമാറ്റിക് ഫൈറ്റ്സ് ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന കഥയാണത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫൈറ്റ് എന്ന് പറയുന്നത് അത്രയും കൊറിയോഗ്രാഫ്ഡ് ആയിട്ടുള്ളൊരു ഫൈറ്റൊന്നും അല്ല. നാടൻ തല്ലാണ്, കിട്ടണ പോലെ പിടിക്കുക, അടിക്കുക, അത് വെച്ചിട്ട് സീൻ മുന്നോട്ട് കൊണ്ടുപോകുക, അങ്ങനത്തെ രീതിയിലാണ് പടം ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും യാതൊരു പ്രശ്നവും തോന്നാത്ത രീതിയിലാണ് ഇതിൽ ഫൈറ്റൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്ത് പറയാനുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളെല്ലാം, പിന്നെ ഇതിൻ്റെ സീനറി കാര്യങ്ങളെല്ലാം അതിഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള തമ്മിത്തല്ല് മാത്രമല്ല, ഒരു നല്ല മെസ്സേജ് കൺവേ ചെയ്യുന്ന ഒരു സിനിമയായിട്ടും കൂടി നമുക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ ക്ലൈമാക്സ് എടുക്കുന്നതോറും ഒരു നല്ലൊരു മെസ്സേജ് ഇവർ പുറത്തോട്ട് വിട്ടിട്ടാണ് ഈ സിനിമ അവസാനിപ്പിക്കുന്നത്. ആ ഒരു ക്ലൈമാക്സ് കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ എന്തുകൊണ്ട് ഇപ്പോഴും ആ ഒരു മാറാത്ത ചിന്താഗതിയും വെച്ചിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ് ഈ സിനിമ എൻഡ് ചെയ്യുന്നത്. പിന്നെ ടോട്ടലി നോക്കുമ്പോൾ നമുക്ക് ഒരു വിഷ്വലി ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമയെ പറയാനുള്ളത്. ഈ തിയേറ്ററിൽ പോയി കാണാത്തവരായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ തന്നെ ശ്രമിക്കുക. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. ദിസ് ഈസ് മീ കാർത്തിക് സൈനിങ് ഓഫ് ഫ്രം മൈ ചാനൽ. താങ്ക് യു.